പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടെങ്കിൽ ഒരു വാട്ടർ 18 വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഉറക്കം വെച്ചിട്ട് ഞാൻ നേരെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 വർഷമായിട്ട് ഇപ്പോൾ ചെയ്തു വരുന്ന കാര്യം വെറും വയറ്റിൽ നല്ല രീതിക്ക് വെള്ളം കുടിക്കും കേട്ടോ. ഞാൻ വെള്ളം അധികം കുടിക്കാത്ത ഒരാളാണ്. പിന്നെ എനിക്ക് സ്കിൻ ഇഷ്യൂസ് കുറേ ഉണ്ടായിരുന്നു 2 വർഷം മുന്നേ. അപ്പോൾ ഇപ്പോൾ എൻ്റെ സ്കിൻ ഡോക്ടർ പറഞ്ഞു തന്നിട്ട് ഞാൻ 2 വർഷമായിട്ട് വെറും വയറ്റിൽ നല്ല രീതിക്ക് വെള്ളം കുടിക്കും കേട്ടോ. പിന്നെ നേരെ ഞാൻ കിച്ചണിൽ പോയിട്ട് ചെയ്തത് സ്വന്തമായിട്ട് ചായ ഇട്ട് കുടിച്ചേട്ടോ. ഏലക്കൊക്കെ ഇട്ട് ഒരു 8:45 ആയപ്പോഴത്തേക്ക് ചായ ഇട്ട് കുടിച്ചു. അതിനുശേഷം അവിടെ ഇവിടെയൊക്കെ കറങ്ങി അടിച്ച് നടന്നപ്പോഴത്തേക്ക് എൻ്റെ അനിയൻ വന്നു. ഉണ്ണി എന്നാണ് പേര്. ദൈവനാണ്. അവന് ക്യാമറയുടെ മുന്നിൽ വരാൻ ഭയങ്കര അവൻ പഴഞ്ചോറ് വാരത്തരുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അവൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ എല്ലാ കറികളും ഒരുമിച്ചിട്ടിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ആക്കിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വാരിത്തരും കേട്ടോ. ഇത് ശീലമാണ്, എപ്പോഴും ഉള്ളതാണ്. ഈ ഏരിയ പോയാൽ തന്നെ അവൻ ഇവിടെ വരും, ഇത് കഴിച്ചിട്ടേ പോകത്തുള്ളൂ. അത് ഞങ്ങൾ ഉണ്ടാക്കുന്നതല്ല, അവൻ തന്നെ ഉണ്ടാക്കി ഞങ്ങൾക്കൊക്കെ വാരിത്തരും കേട്ടോ. എന്നിട്ട് നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. 10:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്ത് പോകേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തെ ഒരു പപ്പായ ജ്യൂസ് കുടിച്ചു. പപ്പായ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. സ്കിന്ന് നല്ല വൈറ്റൻ ചെയ്യാനും സ്കിന്ന് നല്ല എങ്ങാക്കി വെക്കാനും പപ്പായ സഹായിക്കും. അങ്ങനെ ഒരു 11 മണിയായപ്പോൾ ഒരു പപ്പായ ജ്യൂസ് കുടിച്ചു. അതിനുശേഷം നമ്മൾ നേരെ വിട്ടത് ഹോട്ടൽ ഹയാത്തിലാണ്. അവിടെ ഫേമസ് സദ്യ ഉണ്ട് കേട്ടോ. നമ്മൾ മുന്നേ ഇതിൻ്റെ റിവ്യൂസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നേരെ എന്തെങ്കിലും കൊല്ലം വരെ വന്നു, അതുകൊണ്ട് സദ്യ കഴിക്കാന്നുള്ള രീതിയിൽ അങ്ങ് കഴിച്ചു. ഇടയ്ക്കിടയ്ക്കൊക്കെ ആണല്ലോ കഴിക്കുന്നത്. എനിക്ക് പരിപ്പും പപ്പടവും നെയ്യും കൂടി ഒഴിച്ച് കഴിക്കണതാണ് ഇഷ്ടം. സദ്യയുടെ കൂടെ സാമ്പാർ അധികം ഞാൻ കഴിക്കാറില്ല. പരിപ്പും പപ്പടമാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ്. അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി പോയതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് ആയിട്ടൊരു സംഭവമാണ് കേട്ടോ ഈ ഇളനീരിൻ്റെ ഈ വെള്ളം. ഇത് നിങ്ങൾ കുടിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതൊരെണ്ണം കുടിച്ചു. നേരെ പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി. ഒരു 2:30 ആയപ്പോൾ ഇത് വീട്ടിൽ എത്തിയപ്പോൾ പൊരിഞ്ഞ മഴ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പോയി കിടന്നു. നല്ല സുഖനിദ്രയിൽ കിടന്നു. ഉറങ്ങി എഴുന്നേറ്റ് 4 മണിയായിട്ട് പോലും ഗൈസ് മഴ തോന്നിട്ടില്ല. അതേ രീതിയിൽ നിൽക്കുവാണ്. അങ്ങനെ ഒരു കട്ടൻ ചായ കുടിച്ചു ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക്. അത് കുടിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ഞൊണയും കൊതിയൊക്കെ പറഞ്ഞു. പിന്നെ ഒരു 9:30 ആയപ്പോഴത്തെ അമ്മയെ കൊണ്ട് നമ്മൾ പെപ്പർ അൽഫാം മേടിപ്പിച്ചു. അത് കഴിച്ചു കേട്ടോ. നമ്മളിവിടെ വീട്ടിൻ്റെ അടുത്തൊരു ഷോപ്പുണ്ട്. ഭയങ്കര സൂപ്പർ ഭയങ്കര തിരക്കുള്ളൊരു ഷോപ്പാണ്. പെപ്പർ അൽഫാം അവിടുത്തെ ഫേമസ് സംഭവമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അത് കഴിച്ചു കേട്ടോ ഞങ്ങൾ. അത് കഴിച്ചതിന് ശേഷം ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ നടന്നില്ല ഗൈസ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ച ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്രിഡ്ജിലിരുന്ന് എന്നെ മാടി വിളിക്കുന്നു എന്നുള്ള ഓർമ്മ എനിക്ക് 12:45 വന്നത് ഗൈസ്. പിന്നെ വിശപ്പ് സഹിക്കാൻ പറ്റാതെ അതെടുത്ത് കഴിച്ചു. അപ്പോൾ ഇത്രയും കഴിച്ചുകൊണ്ട് വയറ് പൊട്ടാറായി ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.